ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNB അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന, അതായത് 2024 ഫെബ്രുവരി 28 ബുധനാഴ്ച നടന്ന USS മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആൻസർ കീ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ 1-2 ക്വസ്റ്റ്യൻ്റെ ആൻസറെല്ലാം ചേഞ്ച് ഉണ്ടായെന്ന് വരാം. അപ്പോൾ എല്ലാവരും അവരവർ എഴുതിയ ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് കേരള പാഠാവലി, അതായത് മലയാളം ഫസ്റ്റാണ്. ആദ്യത്തെ ചോദ്യം: നന്മയുള്ളവൻ എവിടെ ഇടപഴകിയാലും അവിടെയുള്ളവർ നല്ലവരായിടും. ഈ വാക്യത്തിന് ഏറ്റവും ഉചിതമായ വരികളേത്? ആൻസർ സി ആണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. രണ്ടാമത്തെ ചോദ്യം: ജ്ഞാനപീഠം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നീ ബഹുമതികൾ ലഭിച്ച എഴുത്തുകാരൻ ആര്? ആൻസർ ONV കുറുപ്പ്. 3. നെൽപ്പാടം എന്ന പദം പിരിച്ചെഴുതിയാൽ കിട്ടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ എ, നെൽ പ്ലസ് പാടം. 4. കവിയും നിരൂപകനും ഭാഷാ പണ്ഡിതനുമായിരുന്ന R. രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന സാഹിത്യ ചർച്ചകളുടെ പേരെന്തായിരുന്നു? ആൻസർ ബി, കോലായ. 5. കൂട്ടത്തിൽപ്പെടാത്ത പദം കണ്ടെത്തുക. സി, മുക്തിയാണ് കൂട്ടത്തിൽപ്പെടാത്ത പദം. 6. വാക്ക് ഒരു ചലനശക്തിയാണെന്നും അത് പകർന്നു കൊടുത്ത് ശ്രോതാവിനെ പ്രചോദിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും തൻ്റെ ആശയം ഊതിവീർപ്പിക്കാനുള്ള ബലൂണായി കാണാറില്ലെന്നും സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെടുന്നു. ഇവിടെ ബലൂൺ എന്ന പദത്തിൻ്റെ സാന്ദർഭികാർത്ഥം എന്ത്? ആൻസർ ബി, ശ്രോതാവ്. 7. മഹാകവി കുമാരനാശാൻ പത്രാധിപനായിരുന്ന മാസിക ഏതാണ്? ആൻസർ ബി ആണ്, വിവേകോദയം. 8. ഒരു സന്ദർഭത്തെ ചിത്രത്തിലെന്ന പോലെ ദൃശ്യവൽക്കരിക്കുന്നതിനെ എന്തു പറയുന്നു? ആൻസർ നിശ്ചല ദൃശ്യം. 9. നിഘണ്ടുവിലേതുപോലെ ക്രമീകരിച്ച് എഴുതിയത് ഏത്? തന്നിരിക്കുന്നതിൽ സി ആണ് ആൻസർ. 10. മുത്തശ്ശൻ കലി തുള്ളുന്നു, ഓൻ്റെ നടുപ്പുറം അടിച്ചു പൊളിക്ക് രാജ. അടിവരയിട്ട പ്രയോഗത്തിൻ്റെ ആശയം കണ്ടെത്തുക. ആൻസർ ബി ആണ്, ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു. 11. ഒരു വാച്ചിനേക്കാൾ എളുപ്പത്തിൽ 10-25 വർഷത്തെ എൻ്റെ ശരീരത്തിൽ നിന്നും എനിക്ക് അഴിച്ചു മാറ്റാൻ പറ്റി. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ സി, ജഗൻ. 12. കാലിഫോർണിയയിലെ നിമ്നോന്നതങ്ങളിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ, മിസിസിപ്പിയിലെ എല്ലാ കുന്നിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ, എല്ലാ മലയോരങ്ങളിലും സ്വാതന്ത്ര്യം മുഴങ്ങട്ടെ. അടിവരയിട്ട പദം ഏത് പ്രകാരത്തെ കുറിക്കുന്നു? ആൻസർ എ ആണ്, നിയോജക പ്രകാരം. 13. കൂട്ടത്തിൽപ്പെടാത്ത പദം കണ്ടെത്തുക. ആൻസർ ഡി ആണ്, കൂട്ടത്തിൽപ്പെടാത്ത പദം. 14. ഉയർന്നു നിൽക്കുന്ന എന്നർത്ഥം വരുന്ന പദം ഏത്? ആൻസർ സി ആണ്, തുങ്കം. 15. എണ്ണീടുകാർക്കുമിതു താൻ ഗതി, സാധ്യമെന്തു കണ്ണീരിനാൽ, അവനീ വാഴ്വു കിനാവു കഷ്ടം. ഈ വരികൾക്ക് യോജിക്കുന്ന ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ബി ആണ്, കുമാരനാശാൻ വീണപ്പൂവ്. അടുത്ത ഭാഗം മലയാളം സെക്കൻഡാണ്. 16ാമത്തെ ചോദ്യം: ജാതിഭേദം, മതദ്വേഷം എന്ന് തുടങ്ങുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ ആലപിച്ചുകൊണ്ട് ചലച്ചിത്ര ഗാനരംഗത്ത് പ്രവേശിച്ച ഈ ഗായകൻ വിവിധ ഭാഷകളിലായി 50,000-ലേറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ആരാണ് ഇദ്ദേഹം? ആൻസർ സി ആണ്, KJ യേശുദാസ്. 17. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ച എഴുത്തുകാരനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ആരാണ് ഇദ്ദേഹം? ആൻസർ ഡി ആണ്, ഡോക്ടർ SK വസന്തൻ.
18ാമത്തെ ചോദ്യം. ഇത്തറവാടിത്ത ഘോഷണത്തെപ്പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റെന്തു മൂഴിയിൽ. ഈ വരികൾ ആരുടേതാണ്? ആൻസർ ഡി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. 19. കാനായി കുഞ്ഞിരാമൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട കലാകാരനാണ്? ആൻസർ ബി. ശില്പകല. അടുത്തത് വി. മധുസൂദനൻ നായർ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 20ാമത്തെ ചോദ്യം. ഒരു ചെറുകണത്തിലും കവി കേട്ടതെന്ത്? ആൻസർ ഡി ആണ്. ഒരു പ്രപഞ്ചപ്പിറപ്പിൻ്റെ നാദം. 21. കവിയുടെ കൂട്ടിനായി ആരാണ് ഉള്ളത്? ആൻസർ സി. പുഴ. 22. ആത്മാവിലെ പാപം എങ്ങനെയാണ് പുഴ ഏറ്റുവാങ്ങുന്നത്? ആൻസർ ബി. ജലകരങ്ങളാൽ. അടുത്തത് മാത്സ് ആണ്. ഒന്നുകളുടെ സ്ഥാനത്ത് 3 വരുന്ന രണ്ടക്ക സംഖ്യകളുടെ ബീജഗണിത രൂപമേത്? ആൻസർ ബി ആണ്. 10n+3. n = 1, 2, 3 എക്സെട്ര 9. 32. 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി ഒരു പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയമെടുക്കും? ആൻസർ എ. 6 സെക്കൻഡ്. 33. 16 × 16 എത്രയാണ്? ആൻസർ സി. 4 × 31. 34ാമത്തെ ചോദ്യത്തിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ബി സിയുടെ മധ്യബിന്ദുവാണ് ഡി. ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് 50 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ ത്രികോണം എ ഡി സിയുടെ പരപ്പളവ് എത്രയാണ്? ആൻസർ ബി. 50 ചതുരശ്ര സെൻറ്റിമീറ്റർ. 35ാമത്തെ ചോദ്യം. ചുവടെയുള്ളവയിൽ 49 ഘടകങ്ങളുള്ള സംഖ്യ ഏത്? ഉത്തരം ഡി. 36 × 3. ഇനി 36ാമത്തെ ചോദ്യം. ചുവടെയുള്ളവയിൽ -10 -4 തുല്യമായത് ഏത്? ആൻസർ എ. -14. 37ാമത്തെ ചോദ്യം. 12 രൂപ 50 പൈസയ്ക്ക് വാങ്ങിയ ഒരു സാധനം 13 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ആൻസർ ബി ആണ്. 4%. 38. ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണ്. ചുവടെയുള്ളവയിൽ ഈ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ആകാവുന്നത് ഏത്? ആൻസർ എ. 19 സെൻറ്റിമീറ്റർ. 39. x - y - z തുല്യമായതേത്? ഉത്തരം എ ആണ്. x - y + z. 40ാമത്തെ ചോദ്യം. 4 × 27 × 50 × 5 ഏറ്റവും ചെറിയ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒരു പൂർണ്ണവർഗം കിട്ടും? ആൻസർ എ. 2. 41. ചുവടെയുള്ളവയിൽ വലിയ സംഖ്യ ഏത്? സി. 3/7 ആണ് വലിയ സംഖ്യ. 42. 2 പാത്രങ്ങളുടെ ഉള്ളളവുകൾ 2:3 എന്ന അംശബന്ധത്തിലാണ്. ചെറിയ പാത്രത്തിൽ 1.5 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ വലിയ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ആൻസർ ബി ആണ്. 2.25 ലിറ്റർ. 43. 45² = 2025. 45 × 4 = 410062 എങ്കിൽ √410062 ഹരിക്കണം 2025 ഡാഷ്. ആൻസർ സി ആണ്. 45. 44ാമത്തെ ചോദ്യം. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ABCD എന്ന സമചതുരത്തിൻ്റെ മൂലകളിൽ നിന്നും 2 സെൻറ്റിമീറ്റർ അകലെയുള്ള ബിന്ദുക്കളെ യോജിപ്പിച്ച സമചതുരമാണ് PQRS. PQRS എന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് 40 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ ABCD എന്ന സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ആൻസർ 8 സെൻറ്റിമീറ്റർ. 45ാമത്തെ ചോദ്യം. ഒരു സ്കൂളിലെ 7ാം ക്ലാസ്സിലെ 180 കുട്ടികളും ഏതെങ്കിലും ഒരു ക്ലബിലെ അംഗമാണ്. ഓരോ ക്ലബിലെയും അംഗങ്ങളുടെ വിവരം സൂചിപ്പിക്കുന്ന വൃത്തചിത്രം ചുവടെ നൽകിയിരിക്കുന്നു. ചുവടെയുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്?
ആൻസർ സി ആണ്. 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ 1/12 ഭാഗം ഇംഗ്ലീഷ് ക്ലബിൽ അംഗങ്ങളാണ്. 46. 25 ആളുകളുടെ ശരാശരി പ്രായം 25 ആണ്. 25 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ശരാശരി പ്രായം എത്രയായിരിക്കും? ആൻസർ സി ആണ്, 50. 47. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ABCD എന്ന സാമാന്തരികത്തിനുള്ളിൽ വരച്ച സമഭുജ ത്രികോണമാണ് APD. കോൺ B സമം 100 ഡിഗ്രി ആയാൽ കോൺ PDC സമം ഡാഷ്. ആൻസർ ബി ആണ്, 40 ഡിഗ്രി. 48ാമത്തെ ചോദ്യം. 6×10 - 4×10 ഒന്നുകളുടെ സ്ഥാനത്തെ അക്കമേത്? ആൻസർ ഡി, 0. 49. ഷേഡ് ചെയ്ത ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണ് XYZ എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ്. PQRS എന്ന ചതുരത്തിൻ്റെ പരപ്പളവ് 100 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ PQX എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ആൻസർ ഡി ആണ്, 100 ചതുരശ്ര സെൻറ്റിമീറ്റർ. 50. 11 1/4 മീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൽ നിന്നും 2 1/4 മീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം? ഉത്തരം 25. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 to 15. ഒരു പാസേജ് തന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് 1 മുതൽ 4 വരെയുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് എ നേരോ വാക്ക് വേ ദാറ്റ് പീപ്പിൾ ക്യാൻ വാക്ക് എലോങ്. ആൻസർ എ ആണ്, എയ്സിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് കോൾബി ജാക്ക് ചീസ്? ആൻസർ ഡി, ഇറ്റ് ഹാസ് ബോത്ത് ഓറഞ്ച് ആൻഡ് വൈറ്റ് കളേഴ്സ്. തേർഡ് ക്വസ്റ്റ്യൻ. Why did the girls plan to buy cheese? Answer, they wanted to serve it as an appetizer. Fourth question. Do you know which cheese we should buy? Who said this to whom? Answer B, Debbie asked Alice. Fifth question. I have known her dash 5 years and we have been friends dash then. Answer A, for since. Sixth question. She is very good at studies dash she is not very polite. Answer B, however. Seventh question. This is the place dash I saw him yesterday. Answer C, where. Eighth question. The phrasal verb of extinguish is? Answer, put out. Ninth question. The school meal should be dash to meet the nutritional needs of children. Answer C, adequate. 10th question. The trees loft in the wind is an example of? Answer, personification. 11th question. Either of the two candidates dash eligible. Answer is. 12th question. I saw a dash of fish near the beach. Answer D, school. നെക്സ്റ്റ് ഒരു ചെറിയൊരു പോയം തന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 13th question. In the poem, where does the speaker observe Earth's tranquility? Answer D, valleys. 14th question. What does the speaker do in the caves according to the poem? Answer, touches Earth's mysterious. 15th question. What is the speaker's attitude toward Earth in the poem? Answer C, reverence and admiration. നെക്സ്റ്റ് വരുന്നത് സയൻസ് ആണ്. പട്ടിക പരിശോധിക്കൂ. പട്ടികയിലെ ഒരു ഭാഗത്ത് വസ്തുവിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. അടുത്ത സൈഡിലെ സ്വഭാവം തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ സി, 1, 3, 4 എന്നിവ ആൽക്കലികളാണ്. 17. മെഡിസിൻ ബോളിൻ്റെ ഉപയോഗം എന്ത്? ആൻസർ പേശീശക്തി, കരുത്ത് എന്നിവ വർദ്ധിപ്പിക്കുന്നതിന്. 18. ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്നവയിൽ സി, ലൂയി പാസ്ചർ അണുവിമുക്തമാക്കൽ ഇതാണ് ശരിയായ ജോഡി.
നെക്സ്റ്റ് 19ാമത്തെ ചോദ്യം. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പരീക്ഷണത്തിൽ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്തെ ജലം ചൂടായില്ല. കാരണം എന്തായിരിക്കും? ആൻസർ ബി ആണ്. മുകളിൽ നിന്ന് താഴേക്ക് സംവഹനം നടക്കാത്തതിനാൽ. 20. ചെറുധാന്യങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഗോതമ്പ്. 21. ഏത് കായിക ഇനമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? ആൻസർ സി പാരാഗ്ലൈഡിംഗ്. 22. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. 2. ഔരസാശയത്തിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 3. എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആൻസർ സി ആണ്. ഈ പ്രസ്താവനകൾ ഹൃദയവും ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതാണ്. 23. പദാർത്ഥങ്ങളെ വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ എ ആണ്. സാന്ദ്രതയിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി മണ്ണെണ്ണയിൽ നിന്ന് ജലം വേർതിരിക്കുന്നു. 24. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വേഗത്തിൽ നടക്കുന്ന താപപ്രേഷണം ഏത്? ആൻസർ എ ആണ്. ഫിലമെൻ്റ് ബൾബിൽ നിന്ന് താപം താഴേക്ക് വരുന്നത്. 25. ചിത്രം നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഡി. 1, 4 എന്നിവ മാത്രമാണ് കോൺവെക്സ് ലെൻസുകൾ. 26. താഴെ കൊടുത്തവയിൽ ജലമലിനീകരണവുമായി ബന്ധമില്ലാത്ത രോഗമേത്? ആൻസർ മീസിൽസ്. 27. തന്നിരിക്കുന്ന സർക്യൂട്ട് നിരീക്ഷിക്കൂ. ഈ സർക്യൂട്ടിൽ നടക്കുന്ന ഊർജ്ജമാറ്റങ്ങൾ ഏതെല്ലാം? ആൻസർ എ. രാസോർജം വൈദ്യുതോർജ്ജമായും വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായും മാറുന്നു. 28. ജൈവ കൃഷി രീതിയുടെ പ്രത്യേകതയല്ലാത്തത് ഏതാണ്? ആൻസർ സി ആണ്. വിളകൾക്കാവശ്യമായ പ്രത്യേക ലവണങ്ങൾ നൽകി വിളവ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. 29. നമ്മുടെ ശരീരത്തിന് താരതമ്യേന കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള ധാതു ലവണമാണ്. ആൻസർ അയഡിൻ. 30. നിശ്വാസവായുവിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടെന്ന് തെളിയിക്കുന്ന പ്രവർത്തനം ഏത്? അടുപ്പിലേക്ക് ഊതുമ്പോൾ വിറക് നന്നായി കത്തുന്നു. കണ്ണാടിയിൽ ഊതുമ്പോൾ മഞ്ഞുപോലെ കാണുന്നു. നിശ്വാസവായുവിന് ചൂട് അനുഭവപ്പെടുന്നു. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ലായനിയിലൂടെ നിശ്വാസവായു കടത്തിവിടുമ്പോൾ ലായനി പാൽ നിറമാകുന്നു. ആൻസർ ബി. 4 മാത്രം ശരി. 31. ചിത്രം നിരീക്ഷിക്കൂ. ഒരു കുപ്പിയിൽ ജലമെടുത്ത് അടപ്പിൽ 2 പൈപ്പുകൾ ഉറപ്പിച്ചിരിക്കുന്നു. കുപ്പി തലകീഴായി പിടിച്ചാൽ എന്ത് സംഭവിക്കും? ആൻസർ ബി. പൈപ്പ് 1ലൂടെ കുപ്പിയിലേക്ക് വായു കയറുകയും പൈപ്പ് 2ലൂടെ ജലം പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. 32. ടിഷ്യൂ പേപ്പർ, കാർഡ്ബോർഡ്, വായു എന്നിവയിൽ പ്രകാശം പതിക്കുന്നതാണ് ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വസ്തുക്കളെ തിരിച്ചറിയുക. ആൻസർ ഡി ആണ്. 1 വായു, 2 ടിഷ്യൂ പേപ്പർ, 3 കാർഡ്ബോർഡ്. 33. കർബ് ഡ്രിൽ എന്തിനുള്ള പരിശീലനമാണ്? ആൻസർ സി. റോഡ് മുറിച്ചു കടക്കുന്നതിന്. 34. കൊയാഗുലേഷനു ശേഷം ജലത്തിൽ കുമ്മായം ചേർക്കുന്നത് എന്തിന്? ആൻസർ ജലം നിർവീര്യമാക്കുന്നതിന്. 35. ശരിയായ ജോഡി ഏത്? വൃക്ക സംബന്ധമായ അസുഖം, നെഫ്രോളജിസ്റ്റ്. ഇതാണ് ശരിയായ ജോഡി. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ സയൻസ് ആണ്. 36ാമത്തെ ചോദ്യം. ഒരു കുട്ടിയുടെ സാമൂഹ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചില ശീലങ്ങളാണ് താഴെ കൊടുക്കുന്നത്. ഇതിൽ സാമൂഹ്യ ബന്ധങ്ങളുടെ വികസനത്തിന് അനുകൂലമായ ശീലമേത്? ആൻസർ എ. സ്വന്തം പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാറുണ്ട്. 37. ഇന്ത്യയിൽ വെച്ച് നടന്ന 13ാമത് പുരുഷന്മാരുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏഷ്യൻ വൻകരയിൽ നിന്നും കളിച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ബി. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്. 38. 1ാം ലോക യുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന പ്രവർത്തകൻ? ആൻസർ പൊയ്കയിൽ കുമാരഗുരുദേവൻ. 39. താഴെ പറയുന്നവയിൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഗുണപരം ആവാനിടയില്ലാത്ത നടപടി ഏത്? ആൻസർ സി. വൻകിട കച്ചവടക്കാർ കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നേരിട്ട് സംഭരിക്കൽ. 40.
രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏത് ലക്ഷ്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്? ഉത്തരം മതേതരത്വം. 41. മണ്ണിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുവാനുള്ള കാരണം? ആൻസർ തുടർച്ചയായ രാസവള പ്രയോഗം. 42. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഭേദഗതികൾ അനുവദിക്കാത്ത ഭരണഘടന. 43. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൽ പെടാത്തതേത്? ആൻസർ ബി കൽക്കരി കത്തിച്ച് ജലം നീരാവിയാക്കി വൈദ്യുതി. 44. മലബാർ കലാപത്തിൻ്റെ ഭാഗമായ വാഗൺ കൂട്ടക്കൊലയെ ദൃശ്യവൽക്കരിക്കുകയാണ് നിങ്ങളുടെ കൂട്ടുകാർ. വസ്തുതാപരമായി ശരിയല്ലാത്തതിനാൽ താഴെ പറയുന്നവയിൽ ഏത് ദൃശ്യമാണ് ഒഴിവാക്കപ്പെടേണ്ടത്? ആൻസർ ബി കലാപകാരികൾ സായുധരായി പട്ടാളത്തെ എതിർക്കുന്നു. 45. ജലത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ എ ഭൂമിയുടെ 2/3 ഭാഗവും ശുദ്ധജലമാണ്. 46. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ചിലതാണ് താഴെ കൊടുക്കുന്നത്. അതിൽ ശരിയായ കാലക്രമത്തിലുള്ള സെറ്റ് ഏത്? ഉത്തരം സി ചമ്പാരൻ സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് സംഭവം, മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം. 47. അമർനാഥ് എന്ന തീർത്ഥാടന കേന്ദ്രത്തെയും കുങ്കുമപ്പൂ കൃഷിയിടങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭൂപ്രകൃതി വിഭാഗം? ആൻസർ ഉത്തരപർവ്വത മേഖല. 48. കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ കശുമാങ്ങയ്ക്ക് പറങ്കിമാങ്ങ എന്നും വിളിപ്പേരുണ്ട്. ഇന്ത്യയിൽ കച്ചവടത്തിന് വന്ന ഏത് വിദേശികളുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് ലഭിച്ചത്? ഉത്തരം പോർച്ചുഗീസുകാർ. 49. നിലവിൽ കേരള സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളിക്ക് ലഭിക്കുന്ന ദിവസവേതനം എത്ര രൂപയാണ്? ആൻസർ 333 രൂപ. 50. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ? ആൻസർ സി വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശം. 51. താഴെ പറയുന്നവയിൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഡി വിമർശനങ്ങൾക്ക് അതീതമാണ്. 52. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളിൽ പ്രധാന വ്യക്തിയാണ് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായ്. ഝാൻസി എന്ന പ്രദേശം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഉത്തർപ്രദേശ്. 53. മധ്യകാലഘട്ടത്തിലെ നവോത്ഥാനത്തിലൂടെ കൈവന്ന മാറ്റത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഡി ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന ധാരണ. 54. സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലൂടെ അല്ലാതെ നടക്കുന്ന പ്രവർത്തനം? ഉത്തരം ഭ്രമണം. 55. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ നിലനിന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഏത്? ഉത്തരം ബി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ USS മെയിൻ ക്വസ്റ്റ്യൻ പേപ്പർ. മലയാളം സെക്കൻഡിലെ കുറച്ച് ചോദ്യങ്ങൾ ലഭ്യമായിട്ടില്ല, അതുകൊണ്ടാണ് അത് വിട്ടുപോയത്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്